നൈപുണ്യ വികസനത്തിന് നിരവധി പദ്ധതികൾ. ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാനത്ത് നൈപുണ്യ വികസനത്തിന് വ്യാപകമായ വിധത്തിൽ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോവുകയാണ് സർക്കാരെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നൈപുണ്യവും വൈദഗ്ധ്യവും നൽകി മേഖലകൾ മുന്നോട്ട് വയ്ക്കുന്ന തൊഴിലവസരങ്ങൾക്ക് സധൈര്യം കടന്നു ചെല്ലാൻ കേരളത്തിലെ യുവാക്കളെ സജ്ജരാക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാർ ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ മുന്നോട്ടു പോകുന്നത്. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനവും ലഭിക്കുക എന്നത് വൈജ്ഞാനിക സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണെന്നും അറിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും ആത്മവിശ്വാസത്തിൽ കുട്ടികൾ സ്വയം മുന്നേറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ ജില്ലയിൽ 19 SDCകളിലായി 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന 23 കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. ഇതിൽ ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് ഇലക്ട്രിക് വെഹിക്കിൾസ് സർവീസ് ടെക്നീഷ്യൻ, ഇന്റീരിയർ ലാൻഡ്സ്കേപ്പർ എന്നീ കോഴ്സുകളാണ്. 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള 10ാം തരം പാസ്സായവർക്ക് കോഴ്സുകളിൽ സൗജന്യമായി പ്രവേശനം നേടാം. അവധി ദിവസങ്ങളിലായിരിക്കും ക്ലാസുകൾ. ഒരു കോഴ്സിൽ 25 പേർക്കാണ് പ്രവേശനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ SSKDPO KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വിശിഷ്ടാതിഥിയായി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, PTA പ്രസിഡന്റ് PK അനിൽകുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ, VHSE പ്രിൻസിപ്പൽ KR ഹേന, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക KS സുഷ, ഇരിങ്ങാലക്കുട GLPS പ്രധാനാധ്യാപിക PB അസീന, SDC കോർഡിനേറ്റർ K ദീപിക രാജ്, SSKDP CNJ ബിനോയ്, BRC BPC KR സത്യപാലൻ എന്നിവർ പങ്കെടുത്തു. എൻഹാൻസ്മെന്റിന് അഥവാ നൈപുണ്യ വികസനത്തിന് പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിന് സഹായകരമായ വിധത്തിൽ ഏറ്റവും ആധുനികമായ, ഏറ്റവും പുത്തനായ വൈജ്ഞാനിക മേഖലകളിൽ ഉൾപ്പെടെ നൈപുണ്യവും വൈദഗ്ധ്യവും നൽകി ആ മേഖലകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വളരെ അന്തസ്സുറ്റ തൊഴിലവസരങ്ങളിലേക്ക് സധൈര്യം നടന്നു ചെല്ലാൻ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവതിയുവാക്കളെയും സജ്ജരാക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാർ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച വിജ്ഞാന കേരളം പദ്ധതി അതിനു വേണ്ടിയിട്ടാണ് നടപ്പാക്കുന്നത്. എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും സ്കിൽ എൻഹാൻസ്മെന്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ സാക്ഷാത്കരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള സമഗ്ര പരിഷ്കരണങ്ങൾക്ക് നാം നേതൃത്വം കൊടുത്ത വേളയിൽ അവിടെ സ്കിൽ എൻഹാൻസ്മെന്റിന് സ്കിൽ കോഴ്സുകൾക്കടക്കം ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്